നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. Shall we sing an English song? 248 in Songs of Zion. 248. I have found a friend in Jesus. He is everything. 248. I have found a friend in Jesus. He is everything to me. He is the fairest of 10,000 to my soul. The lily of the valley, in him and over the sea. All I need to cleanse and make me holy. Love is my comfort, in trouble is my strength. He tells me every care on him to know. He is the lily of the valley, the bright and morning star. He is the fairest of 10,000 to my soul. Sorrow is my comfort, in trouble is my strength. He tells me every care on him
nothing now to fear. It is manna he my hungry soul shall fill. And marvelous in glory, I see his blessed face, where rivers of delight shall ever roll. He is the lily of the valley, the bright and morning star. He is the fairest of 10,000 to my soul. In sorrow is my comfort, in trouble is my strength. He turns me every care on into roll. He is the lily of the valley, the bright and morning star. He is the fairest of 10,000 to my soul. പുലരി അണയുമ്പോൾ പുതുലോകം ചേരുമ്പോൾ പുതുപുലരി അണയുമ്പോൾ പുതുലോകം ചേരുമ്പോൾ ഇരുളകിലം നീങ്ങും ദുരിതമെല്ലാം തീരും മരണമതിരില്ല ഹല്ലേലൂയ. ഇരുളകിലം നീങ്ങും ദുരിതമെല്ലാം തീരും മരണമതിരില്ല ഹല്ലേലൂയ. തിരുജനത്തിൻ അശ്രുധാര തിരുകൈകൾ തുടച്ചിടും. തിരുജനത്തിൻ അശ്രുധാര തിരുകൈകൾ തുടച്ചിടും. പുതുപുലരി അണയുമ്പോൾ പുതുലോകം ചേരുമ്പോൾ മന്നവൻ മുഖകാന്തി പിന്നിടുന്നൊരു നാട്ടിൽ വാണിടും ശുദ്ധരെല്ലാം യുഗായുഗമാ. മന്നവൻ മുഖകാന്തി പിന്നിടുന്നൊരു നാട്ടിൽ വാണിടും ശുദ്ധരെല്ലാം യുഗായുഗമാ. മഹാരാജൻ മസീഹാതൻ മഹിമയിൽ വിളങ്ങുന്ന മഹാരാജൻ മസീഹാതൻ മഹിമയിൽ വിളങ്ങുന്ന പുതുപുലരി അണയുമ്പോൾ പുതുലോകം ചേരുമ്പോൾ പൊൻകൂടി നമ്മൾ ചൂടി പൊൻവീണർ വീട്ടി ഗാനം രഞ്ജനമൊത്തു പാടും ആനന്ദത്താൽ. പൊൻകൂടി നമ്മൾ ചൂടി പൊൻവീണർ വീട്ടി ഗാനം രഞ്ജനമൊത്തു പാടും ആനന്ദത്താൽ. മനോഹരമീ മഹാരാജൻ അടഞ്ഞിടുമ്പോൾ അതിമോദം. മനോഹരമീ മഹാരാജൻ അടഞ്ഞിടുമ്പോൾ അതിമോദം. പുതുപുലരി അണയുമ്പോൾ പുതുലോകം ചേരുമ്പോൾ. സാക്ഷ്യം പറഞ്ഞ് എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. എന്നാൽ ദൈവം എന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ദൈവം തന്നു എന്ന് പറയുകയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഏകദേശം ജനുവരി അടുത്ത് എനിക്ക് സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് വലിയൊരു വിടുതൽ ദൈവം തന്നു. അത്ഭുതകരമായി രക്ഷ പ്രാപിച്ചു എന്ന് പറയാൻ ദൈവ മക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുള്ള നന്ദി വീണ്ടും അറിയിക്കുകയാണ്. അതിനുശേഷം ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു ലഭിച്ച ചിന്ത പ്രിയപ്പെട്ടവരെ പങ്കുവെക്കാൻ ഞാൻ 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ട്രാൻസ്ലേഷൻ കൂടെ ചേർന്ന് 10 മിനിറ്റ്. പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു.
God has given us the opportunity to worship the Lord in the morning time. ദൈവം പ്രതീക്ഷിച്ച ഒരു ആരാധന കഴിച്ചു എന്നാണ് നാം വിശ്വസിക്കുന്നത്. We think that we have offered a worship which God has accepted. എന്നാൽ നമ്മുടെ ആരാധനയിൽ വന്നുപോയ കുറവുകൾ ബലഹീനതകൾ പരിഹരിച്ചുകൊണ്ട് വരുന്ന ആളുകൾ അവനെ ആശ്രയിച്ചുകൊണ്ട് ഒക്കെ ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ആരാധന അർപ്പിക്കാൻ വരുന്ന ആളുകൾ ദൈവം നമ്മെ തുടർന്നും സഹായിക്കട്ടെ. May the Lord grant us the privilege to worship Him in spirit in the coming days. വർഷത്തിൻ്റെ അവസാന ദിവസമാണല്ലോ ഇത്. As we come close to the end of this year, this is the last day of the year. കഴിഞ്ഞ ഒരു വർഷം നമ്മെ പരിപാലിച്ച വിധങ്ങൾ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാനിടയായി. We were hearing about the testimonies of our dear brothers from the past 1 year. വീണ്ടും ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചതിനോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And we thank God that He has given us this opportunity to share the testimonies here. തിരുവനന്തപുരത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു ചിന്ത പറയാൻ ആഗ്രഹിക്കുകയാണ്. I'd like to share one small thoughts from the Bible. നാം പലപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട്. We might have sometimes God help us to remember things that sometimes we often forget. അതെ, നാം മറന്നു പോകുന്ന കാര്യങ്ങൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. Yes, definitely God will definitely remind us even if we try to forget that. ചിലപ്പോൾ അത് അല്പം നല്ല സുഖകരമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരിക്കത്തില്ല. അത് Maybe sometimes it may not be a very favorable reminder. നാം ഓർത്തുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നാം വെറും പൊടിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള സത്യം നമുക്ക് ഏവർക്കും അറിയാം. We all know that we are created from dust. എന്നാൽ പലപ്പോഴും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ആ സത്യം മറന്നുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നൊരവസ്ഥയല്ലേ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകാറുള്ളത്. So many times we often forget this true fact. നാം വെറും പൊടി ആണെന്നുള്ള സത്യവും ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. It's always good to remember that we are made from dust. ഈ ഭൂമിയിൽ നാം വലിയ മിടുക്കന്മാരാണെന്ന ഭാവത്തിൽ പലപ്പോഴും നമുക്ക് പോകാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. There could be instances where we feel that we are something in this world. നമ്മുടെ സ്ഥാനമാനങ്ങളിൽ അല്ലെങ്കിൽ നമുക്കുള്ളതിൽ വലിയ പ്രൗഢി കാണിക്കുന്നവരായി തീരാറുണ്ട്. We sometimes would take proud in ourselves of our stature, of our status in the society. അത്തരം സന്ദർഭങ്ങളിൽ മുമ്പ് പറഞ്ഞ ആ ചിത്രമൊന്ന് വീണ്ടും ഓർക്കുന്നത് നന്നായിരിക്കും. It's always good to remind us ourselves from where we have been created. നമ്മൾ വെറും പൊടി ആണ് എന്നുള്ള ആ ചിന്ത. It's a thought that we are made from dust. അതുകൊണ്ട് ബന്ധത്തിൽ സങ്കീർത്തനം 103 13-14 വാക്യങ്ങൾ വായിക്കാം. Shall we turn to Psalm 103 verses 13 and 14? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു. Verses 13 to 16, like as father pitieth his children, so that Lord pitieth them that fear him. For he knoweth our frame, he remembered that we are dust. As for man, his days are as grass, as a flower of the field, so he flourisheth. For the wind passeth over it, and it is gone, and the place therein shall know it no more. ഈ വായിച്ച വാക്യത്തിൽ 14 വാക്യം ഒന്നുകൂടി വായിക്കാം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. ദൈവം പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ശ്വാസം ഊതി. We know that in verse 14 it mentioned, for he knoweth our frame, he remembered that we are dust. അതെ, അത് നാം തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-7 വാക്യത്തിൽ നാം വായിക്കുന്നു. We see the creation of man in Genesis chapter 2. ശാരീരികമായി നോക്കുകയാണെങ്കിൽ നാം വെറും പൊടി അല്ലെങ്കിൽ മൺകൂടാരങ്ങൾ ആണെന്നുള്ള സത്യം നമുക്ക് അറിയാം. We are created from this dust. We are dust എന്ന നമ്മൾ ദൈവത്തിൻ്റെ മൺകൂടാരങ്ങൾ. അത് നാം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1:26 വായിക്കുന്നു. അത് നമ്മെ തൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞു എന്നാണ് നമ്മുടെ അവിടെ വായിക്കുന്നത്. അത് വായിക്കുന്ന അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് വായിക്കുന്നു. We read that he mentioned that we see there that he has created man in his own image. അത് നാം മൺകൂടാരങ്ങളെങ്കിലും ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാണ് അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. Even though he has formed us from the dust or from the mud, we have been made in the image of God. അത് തന്നെയുമല്ല, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവശ്വാസം നമ്മൾ
ലഭിച്ചവരാണ് നാം. That He has given us His living breath. നമുക്ക് പുകഴുവാൻ ആ കാര്യത്തിൽ ഒത്തിരി വകകളുണ്ട്. It's often many things that we can take proud of that. അത് ദൈവ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഈ സൃഷ്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We see that from the creation order we are standing as the utmost of His creation. ദൈവ ജീവജാലങ്ങളെയും മറ്റ് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് തൻ്റെ വാക്കിനാലാണെന്ന് നമുക്കറിയാം. We see that the rest of the creation He created them by His word. എന്നാൽ നമ്മളോട് മനുഷ്യരോടുള്ള ബന്ധത്തിലാണ് തൻ്റെ സമയം വേർതിരിച്ച് കൈകൊണ്ട് മണ്ണ് കുഴിച്ച് നമ്മെ സൃഷ്ടിച്ചു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. But in connection to man, He formed him by His own hand and His own image. അത് നമ്മുടെ സൃഷ്ടിയിൽ, അതായത് മനുഷ്യന്റെ സൃഷ്ടിയിൽ ദൈവം അവിടെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. He is giving separate special priority to create man. ഇത് നമുക്ക് വളരെ സന്തോഷം തരേണ്ട ഒരു കാര്യം തന്നെയല്ലേ? Isn't this a great joy? അത് ഇത് നമ്മോട് വിളിച്ചു പറയുന്നത് ദൈവത്തിന് നമ്മോടുള്ള പ്രത്യേക സ്നേഹത്തെക്കുറിച്ചാണ് അത് വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. So we can say that because of His love toward each one of us, that's why He created like us. ദുഃഖമെന്ന് പറയട്ടെ, ആദി മനുഷ്യൻ ആദാം ദൈവത്തോട് കൂടെ ആയിരിക്കേണ്ടവൻ ദൈവത്തെ മറന്ന് ജീവിച്ചു എന്നാണ് ചരിത്രം വചനം പറയുന്നത്. We see that sadly God intended Adam to be with Him, but he, because of his disobedience, he went out. ആദാം ദൈവത്തെ മറന്ന് ജീവിച്ചെങ്കിലും ദൈവം ആദാമിനെ മറന്നില്ല എന്നാണ് തുടർന്നുള്ള തൻ്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Even though he might have forgot God and lived, but God did not forget about him. സ്നേഹവാനായ ദൈവം മനുഷ്യനെ മറന്നില്ല, മനുഷ്യൻ മറന്നിട്ടും ദൈവം മറന്നില്ല. അവനെ വീണ്ടെടുക്കുവാനായി ദൈവം തൻ്റെ പ്രിയപുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് നാം വായിക്കുന്നത്. We see that God is love, and even though man forget about God, but God sent His own only begotten Son to this earth. പ്രിയപുത്രനെ നമുക്കായി അയച്ച് ആ ദൈവസ്നേഹം നമുക്കായി വെളിപ്പെടുത്തി തന്നു. We see that God's love was revealed by sending His own Son to this earth. ഈ ദൈവത്തെ ഇന്നും മറന്ന് ജീവിക്കുന്ന അനേക ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. We are surrounded by many people who doesn't know about this God. എന്നാൽ നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നാം ഈ ദൈവത്തെ അറിഞ്ഞവരാണ്. But how lucky we are, how blessed we are that we know about this great God. അതുകൊണ്ട് തന്നെ നാം അവനോട് കൂടുതൽ അടുത്തിരിപ്പാനും അവന് കൂടുതൽ നന്ദി പറയാനും അവനെ സ്തുതിപ്പാനും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. That's why we are indebted to worship Him, to love Him, and to walk according to His principles. എന്നാൽ നമുക്ക് ചുറ്റും നശിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെ ഓർത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും. One thing we can do when we see around the people that surround us, നമുക്ക് ലഭിച്ച ആ സത്യം മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് കഴിയും. we can definitely share this great truth that we have received among others. കഴിഞ്ഞില്ല എങ്കിൽ തന്നെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. Even though we cannot do that, but still we can definitely pray for about them. അതുപോലെ തന്നെ ആ പ്രവൃത്തി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും നമുക്ക് അവസരമുണ്ട്. Also we can pray for the dearly brethren who are taking charge of all those activities. അതെ, ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് അവനെ മക്കളാക്കി തീർത്തു. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഗമാണ്. We are a very blessed people who God has redeemed us. നമുക്ക് ലഭിച്ചിരിക്കുന്ന സത്യം നമുക്ക് മറ്റുള്ളവരെയും ഈ വർഷത്തിൽ നമ്മൾ കഴിയുന്ന രീതിയിൽ പല വിധത്തിൽ നമുക്ക് പറയുവാനും ഘോഷിപ്പാനും കഴിയും. This great truth may we be able to share this among others in this new year. ഈ പുതിയ വർഷത്തിൽ അതിന് സമയം കണ്ടെത്തി ദൈവം നമ്മെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help each one of us to share this gospel among others in this new year. സഭയായി കഴിഞ്ഞ 2 ദിവസം നാം ആ പ്രവൃത്തി ചെയ്തു. പോയി സഹകരിക്കാൻ പ്രിയപ്പെട്ടവർ കഴിഞ്ഞു, അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ മറ്റുള്ളവർക്കും കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. We were able to also share this gospel with the others, the lost people this past week, and we thank and praise God for that, and also the others who prayed for this ministry. പുതിയ വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അനുസരിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കഴിയുന്ന സഹായിക്കാം. അങ്ങനെയുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. May we continue to pray for those who engage in those ministries, and also share this great news with others. ദൈവം മഹത്വപ്പെടുവാനാകട്ടെ.